റെപ്യൂട്ടേഷനും പല കാര്യങ്ങളും, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, നമ്മുടെ ലയബിലിറ്റീസ്, നമ്മളുടെ ഒരുമിച്ച് ബൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ കുട്ടികൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സെപ്പറേഷൻ എന്ന് പറയുന്നത് സാഹചര്യത്തിനെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇയാളുടെ കൂടെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ആവാം, ഫെമിലിയാരിറ്റി ഉണ്ടാവാം. മൾട്ടിപ്പിൾ ടൈം ഒക്കെ ചീറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെയാണ്, എന്നാലും എന്നെ ഇട്ടിട്ട് പോവില്ല, തിരിച്ചു വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉണ്ടാവാറുണ്ട്. മദർഹുഡിനെ നമ്മൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് ഒരുപാട് എക്സ്പെക്ടേഷൻസും സ്റ്റാൻഡേർഡ്സും നമ്മൾ അമ്മമാരെന്ന് പറയുന്ന ഒരു പൊസിഷന് കൊടുക്കുന്നുണ്ട്. ജനിച്ച ഉടനെ അവർക്ക് ആ പേഴ്സണാലിറ്റി വരുന്നതല്ല, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് അവരങ്ങനെ ആയി പോണതാണ്. കൊളീഗ് ഇസ് ബെറ്റർ എന്നുള്ള തോന്നലിൽ നിന്ന് രൂപപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങൾ ഓഫീസ് സ്പേസസിൽ വർദ്ധിക്കുന്നു എന്ന് പറയും. ഇതൊരു ചീറ്റിംഗ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് വരുന്നത്. പുതിയ പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു, നമ്മുടെ പ്രീവിയസ് പാർട്ട്ണറിനെ വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹമില്ല, അവരുടെ അടുത്ത് എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. വൺ വുമൺ മാൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വൺ മാൻ വുമനിൽ നിൽക്കാൻ പറ്റുമോ? കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴോ, അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമുക്ക് മനസ്സിലാവാത്തപ്പോഴോ, ട്രിഗേർഡ് ആവുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്തപ്പോഴോ, ഫൈറ്റ് ചെയ്യേണ്ട പ്രോപ്പർ വേസ് എന്താണെന്നുള്ളത് അറിയാത്തപ്പോഴോ, നമ്മളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സ്കില്ലില്ലെങ്കിലും ഒക്കെ നമ്മുടെ റിലേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഫോർവേഡ് ആയിട്ടുള്ള കണ്ടീഷൻസുള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മളുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നുണ്ട്. വെറുതെ ചാറ്റ് ചെയ്യുന്ന, വെറുതെ കോൾ ചെയ്യുന്ന, ജസ്റ്റ് ഈ ഒരു വോയിസ് കേൾക്കാനും. ഫസ്റ്റ് സെഷനിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻസ് കംഫർട്ടബിൾ അല്ല, പ്രൊഫഷണൽ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് തോന്നി നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. ചില പെർട്ടിക്കുലർ കേസസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ സെയിം പേഴ്സൺ ഡിഫറെൻറ്റ് ഫേംസിൽ ചെന്ന് ഇതുപോലെ സെഷൻസ് എടുക്കുന്നത്, ഇതുപോലെ സംസാരിക്കുന്നത്. അല്ല, എന്തുകൊണ്ടായിരിക്കും ഓപ്പൺ റിലേഷൻഷിപ്സ്, ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും അറിയുന്നുണ്ട് ഭർത്താവിന് ഇങ്ങനെ വേറൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ് എന്ന് ഭാര്യയ്ക്കും അറിയാം, ഭാര്യയ്ക്കും അവരുടെ ഈ വേറൊരു റിലേഷൻഷിപ്പിലാണെന്ന് പക്ഷേ സ്റ്റിൽ ദേ ആർ ലിവിങ് അണ്ടർ ദ സെയിം റൂഫ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആക്ച്വലി എന്തെന്നറിയോ, ഇമോഷണലി അവരുടെ ഇടയിൽ വേറൊരു രീതിയിലുള്ള റൊമാൻറ്റിക് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അവരുടെ റെപ്യൂട്ടേഷനും പല കാര്യങ്ങളും, പല ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ചിലപ്പോൾ ലൈഫ് ഒരുമിച്ച് കുറേ കാലം പോകുമ്പോഴത്തേക്കും നമ്മുടെ ലയബിലിറ്റീസ്, നമ്മളുടെ ഒരുമിച്ച് ബൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ കുട്ടികൾ. ഓക്കെ, കുട്ടികൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സെപ്പറേഷൻ എന്ന് പറയുന്നത് സാഹചര്യത്തിനെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. സോ അവരെ പറ്റി അവർക്ക് ആലോചിക്കുമ്പോൾ അതിൽ രണ്ടുപേരും ഡിസ്കണക്റ്റഡ് ആണ് പാർട്ട്നേഴ്സ് എന്നുള്ള രൂപത്തിൽ എന്നുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ആവുന്നതിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫ്ലാറ്റ്മേറ്റ്സ് താമസിക്കുന്നത് പോലെ, ഫ്രണ്ട്സ് സ്റ്റേ ചെയ്യുന്നത് പോലെ നിൽക്കാൻ പറ്റാറുണ്ട്. എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. അവരുടെ ഇൻഡിവിജ്വൽ സാഹചര്യങ്ങൾ അങ്ങനെ ആവുന്നത് കൊണ്ടാണ് ചില ആളുകൾ അങ്ങനെയായി പോകുന്നത്. ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യോ നെഗറ്റീവായിട്ട് കാണിക്കുകയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേർക്കും അത് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും രണ്ടുപേർക്കും അതുപോലെ ആവുന്നതിന് പകരം ഒരാൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ എൻ്റെ സ്പേസ്, എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റാറുള്ളൂ. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഇമോഷണലി, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ട് റിലേഷനിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തുകൊണ്ട് ഇപ്പം നമ്മളുടെ പാർട്ട്ണർ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാർട്ട്ണറിനെ വേണോ വേണ്ടയോ വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ വരാറില്ലേ? എൻ്റെ അടുത്ത് ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നേക്കാൾ പ്രയോറിറ്റി വേറൊരാൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറൊരാളുണ്ട്, നമ്മളല്ല എന്നുള്ളൊരു സ്പേസ് നമ്മൾ കാണുമ്പോൾ, ഇങ്ങനത്തെ ഒരാൾ എനിക്ക് ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണോ എനിക്ക് വേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോൾ, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇയാളുടെ കൂടെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരുപാട് തരത്തിലുള്ള ഡിപ്പെൻഡൻസിയാണ് അവിടെ വരുന്നത്. അത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ആവാം, അങ്ങനെയുള്ള ഡിപ്പെൻഡൻസീസ് ഉണ്ടാവാം, ഫെമിലിയാരിറ്റി ഉണ്ടാവാം. മൾട്ടിപ്പിൾ ടൈമൊക്കെ ചീറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെയാണ്, എന്നാലും എന്നെ ഇട്ടിട്ട് പോവില്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവാം. ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാറുണ്ട്. കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഡൗട്ടിൻ്റെ പുറത്ത് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും പല രീതിയിൽ നമ്മൾക്ക് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് അല്ല
കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നുമ്പോൾ പലപ്പോഴും ഇങ്ങനൊരു ചോയ്സേ ഇല്ല. എങ്ങനെയുള്ള ഒരാളാണെങ്കിലും അയാളെ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ആ റിലേഷനിൽ നിന്ന് നമുക്ക് മാറുക എന്നുള്ളൊരു ഓപ്ഷൻ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാവാറില്ല. അത് ഞാനിപ്പോൾ ഈ പറയുന്നതിൽ ഒന്നിലും മെയിൽ ഫീമെയിൽ ഡിഫറൻസസ് ഇല്ല കേട്ടോ. ഫീമെയിൽ പാർട്ട്നേഴ്സിന് വേറെ പാർട്ട്ണറായിട്ട് കുട്ടികളെ ഫുൾ ടൈം ഇരുന്ന് ടേക്ക് കെയർ ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉണ്ടാവാറുണ്ട്. ഓ ഓക്കെ, ചീറ്റ് ചെയ്ത് പോയി ഫ്യൂ മന്ത്സിനൊക്കെ ശേഷം അപ്പുറത്തുള്ള സ്റ്റെബിലിറ്റി തരുന്ന ഒരു റിലേഷൻ അല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉണ്ടാവാറുണ്ട്. അത്രയും നാൾ ആ കുട്ടികളെ നോക്കി നിൽക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടാവാറുണ്ട്. ഡിവോഴ്സിന് പോകുന്ന സമയത്ത് കുട്ടികളെ എനിക്ക് വേണ്ടാന്ന് പറയുന്ന അമ്മമാരുണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുട്ടിയുടെ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായില്ലേ? 1.5 വയസ്സുള്ള ആ. കുഞ്ഞിനെ അപ്പം ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആളുകളിൽ ഒരു ധാരണയില്ലാത്ത അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും എവിടുന്നോ എല്ലാവർക്കും നമ്മുടെ അമ്മമാരോടുള്ള നമുക്കുള്ള സ്നേഹം പോലെ എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ അമ്മമാർക്ക് മക്കളുടെ അടുത്ത് എന്തോ ഒരു ഡിവൈൻ സാധനം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മദർഹുഡിനെ നമ്മൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസും സ്റ്റാൻഡേർഡ്സും നമ്മൾ അമ്മമാരെന്ന് പറയുന്ന ഒരു പൊസിഷന് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അത് നാച്ചുറലി ഉണ്ടാവാറില്ല. അത് അവരുടെ ലൈഫിലെ ട്രോമ കൊണ്ടോ അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അങ്ങനെ ഡെവലപ്പ് ആവുന്നത് കൊണ്ടോ, ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജനിച്ച ഉടനെ അവർക്ക് ആ പേഴ്സണാലിറ്റി വരണമല്ല. അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് അവരങ്ങനെ ആയി പോണതാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം ആർദ്ര പറഞ്ഞു ഒരു വൈഫ് കണ്ടെത്തുന്നു ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ഔട്ട് ഗോയിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു തവണ അദ്ദേഹം എന്നെ ചീറ്റ് ചെയ്തു, ഈ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്തതായിട്ട് വൈഫ് കണ്ടെത്തിയെന്നിരിക്കട്ടെ, പിന്നെയും ഇത് സഹിച്ച് ഇവർ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഭയങ്കരമായിട്ടും നശിപ്പിച്ചു കളയില്ലേ ഇവരെ? എന്നാലും ഇവർ സംശയമുണ്ടോ? അത് നമ്മളുടെ ബോഡിക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഇമോഷണലി അത്രയും പെയിൻഫുൾ ആവുന്ന സിറ്റുവേഷനിൽ കൊണ്ടിടാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ എഗെയിൻ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് കൊടുക്കുന്നത് പോലെയാണ് മൾട്ടിപ്പിൾ ടൈം ചീറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ വീണ്ടും നമ്മൾ ജീവിക്കുക എന്ന് പറയണത്. ഓക്കെ, ഇപ്പം എല്ലാ കാറ്റഗറി ഒരു മാരീഡ് ലൈഫിൻ്റെ അപ്പുറത്ത് ഒരാൾ വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ എന്നുള്ള ടേമിലാണ് പറയണത്. പക്ഷേ ഇതെല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് തെറപ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും. അതായത് ഒരാൾ ഈ റിലേഷനിൽ ഒട്ടുമേ സാറ്റിസ്ഫൈഡ് അല്ലാതെ, ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തെറപ്പിക്ക് പോവാം, അതിന് പോവാം, ഒന്ന് വരുമോ, നമുക്ക് ശരിയാക്കുമോ എന്നൊക്കെ ചോദിച്ച് എക്സോസ്റ്റഡ് ആയിട്ട് വർക്ക് ആവുന്നില്ല, എന്നാൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ദെൻ അവരൊരു വേറെ പാർട്ട്ണറെ കണ്ടെത്തുന്നു, റിലേഷൻ ബിൽഡ് ആവുന്നു. മേ ബി അത് ബിൽഡായി കൺഫേം ആയി അത് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്തിട്ട് അയാൾക്ക് ഇതൊന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുള്ളൂ. അല്ലാതെ അയാൾക്ക് എവിടെ ഒരു ബാലൻസ് ഇല്ലാത്ത രൂപത്തിലൊക്കെ ആകുമ്പോൾ ഡിസിഷൻസ് എടുക്കുന്ന ആളുകൾ പല കാര്യങ്ങൾ ആലോചിച്ചിട്ടാവും. നമുക്കിത് ഇരുന്നിട്ട് ഓ ഇയാൾ ചെയ്തത് ശരി അത് തെറ്റ് എന്നുള്ളത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പറയാനേ പറ്റില്ല. ഒരുപാട് ഇമോഷണൽ സ്ട്രെങ്ത്തും സൈക്കോളജിക്കലി അവരുടെ വെൽബീയിങ്ങും അവരുടെ സപ്പോർട്ട് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കണതിൽ ഇൻവോൾവ് ആവുന്ന കാര്യമാണ്. പല ആൾക്കും അത് പല പോലെയല്ലേ. ഇപ്പം പറയാറുണ്ട് പണ്ടത്തെ കാലം ഈ ഓഫീസ് സ്പേസസിൽ ഭീകരമായിട്ടും ഇത്തരം ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന്. കാരണം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊളീഗ്സുമായിട്ടാണ്. അപ്പം വീട്ടിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കുറച്ച് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള നമ്മുടെ ഒരു തിങ്കിങ്ങിലേക്കോ വസ്ത്രധാരണ രീതിയിലേക്കോ എത്തുന്നില്ല. പക്ഷേ എൻ്റെ കൊളീഗ് ഇസ് ബെറ്റർ എന്നുള്ള തോന്നലിൽ നിന്ന് രൂപപ്പെടുന്ന ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് സ്പെഷ്യലി ഓഫീസ് സ്പേസസിൽ വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അത്തരം കേസുകൾ ഇപ്പോൾ വരാറുണ്ടോ ആർദ്രയ്ക്ക്? വരാറുണ്ട്. പലപ്പോഴും ഇതൊരു ചീറ്റിംഗ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ റിലേഷൻഷിപ്പിൽ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് പലരും വരുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് വരുന്ന കേസസ് പുതിയ പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു, അവരുടെ കൂടെയാണ് ഇനി ലൈഫ് മുന്നോട്ട് പോകാൻ താല്പര്യം, എന്നാൽ നമ്മുടെ പ്രീവിയസ് പാർട്ട്ണറിനെ വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹമില്ല. അയ്യോ, അപ്പം അവർക്ക് എന്താ പറയുക, അവരെ എങ്ങനെ സെറ്റിൽ ചെയ്യണം, അവർക്ക് അവരുടെ അടുത്ത് ഇത് എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അതിലെന്തായിരിക്കും, എങ്ങനെയാ അവർ എന്തായിരിക്കും, വാട്ട് ഇസ് ആക്ച്വലി വാട്ട് യു ടെൽ ടു ദം? അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞങ്ങളും ഹ്യൂമൻ ബീയിങ്സ് ആണ് ആസ് എ തെറപ്പിസ്റ്റ് വരുമ്പോൾ. പല കോൺവെർസേഷൻസും പല സെപ്പറേഷൻസ് കുട്ടികളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്, പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്നത്, ചില കാര്യങ്ങൾ പാരൻസിനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻസൈറ്റ് ബിൽഡ് ചെയ്യാൻ
വേണ്ടി നടത്തുന്ന കോൺവെർസേഷൻസ്, ഇതൊക്കെ ഞങ്ങൾക്കും സെഷൻസിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില മൊമെൻറ്റ്സാണ്. ഇത് പലപ്പോഴും അവർ ക്ലൂലെസ് ആയിരിക്കാം. നമ്മളായിട്ട് ചെന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യണു എന്നുള്ളതല്ല, നമ്മൾ അവരുടെ അടുത്ത് തന്നെ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് അവരെ സെൽഫായിട്ട് എക്വിപ്ഡ് ആക്കിയിട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് പലപ്പോഴും പറയുക. പറയുന്നത്. ദെൻ അവരെ ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരുമ്പോൾ മ്യൂച്വലി കപ്പിൾ സെഷൻസ് ആയിട്ട് വന്നിട്ട്, പലപ്പോഴും ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ടായിരിക്കും അവർക്ക് ആ റിലേഷൻ വിട്ടിട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇമാജിൻ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. സാധാരണ ഒരു ബ്രേക്കപ്പ് നടക്കുന്നത് പോലെയൊക്കെ തന്നെയുള്ള ഫേസ് തന്നെയാണ് കേട്ടോ. അപ്പുറത്തൊരു വേറൊരു റിലേഷൻ വന്ന് അല്ലെങ്കിൽ വേറൊരു അഫെയറിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ ആർദ്രയ്ക്ക് ഒരു വൈഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ കഴിഞ്ഞ ദിവസം വന്നു, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മളെങ്ങനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി അങ്ങനെയല്ല, ബ്രേക്ക് ചെയ്യുക? അതായത് കപ്പിൾ തെറാപ്പിയിൽ തുടങ്ങുന്ന സമയം അവർ വല്ലതും നിർബന്ധിച്ചിട്ട് അങ്ങനെ പറയേണ്ടി വരാറ് ഒരിക്കലും നമ്മൾ പറയില്ല. ചെയ്യില്ല. അതായത് ഓക്കെ. നമ്മൾക്കും ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ. ഒരാൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്നലെ വന്നിരുന്നു, നിങ്ങളുടെ അടുത്ത് പറയാത്തതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ല, ഇന്നലെ വന്ന് പറഞ്ഞു എന്നുള്ള രൂപത്തിലോ, നിങ്ങൾ അറിയാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലോ ഒരിക്കലും നമ്മളൊരു സാധനം അങ്ങനെ ഷെയർ ചെയ്യില്ല. ഞാൻ പറഞ്ഞ ഷെയറിങ് അല്ല, ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് എന്ന്. ക്വസ്റ്റ്യൻ അതായത് എന്ത് രീതിയിൽ? അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോരാനും വയ്യ, എന്നാൽ മറ്റേ ആളെ നമുക്ക് വിഷമിപ്പിക്കാനും വയ്യ എന്നുള്ള കൺഫ്യൂഷനിൽ വരുന്നവരുണ്ട്. അവർ പറയുകയാണ്, ഇപ്പം ആർദ്ര ഇങ്ങനെ ഒരു ഹെൽപ്പാണ് എനിക്ക് വേണ്ടത്, യു ഹാവ് ടു കൺവിൻസ് ദം, എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട്, സോ എനിക്ക് അതിൽ നിന്നും വിട്ടു വരാൻ വയ്യ, നിന്നെയും കളയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള ചില, ഞാനിപ്പോൾ പറയുന്നത് വളരെ 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 റെയർ ആയിട്ടുള്ള ഒരു കേസിൻ്റെ ഒരു രീതിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാഹചര്യം വന്നിട്ട് രണ്ട് പാർട്ട്ണറുമായിട്ടും ഒന്നിച്ചു പോകുന്ന ആളുകളുണ്ട്. ഐ മീൻ അതർ ടു പാർട്ട്നേഴ്സ് അറിയാം, അവർക്കറിയാം അവരുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ പാർട്ട്ണറിന് വേറൊരു പാർട്ട്ണർ കൂടി ഉണ്ട് എന്നുള്ളത്. ആൻഡ് രണ്ട് പാർട്ട്നേഴ്സിനും അറിയാം ഇങ്ങനെയാണ് അവരുടെ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ. അങ്ങനെയൊക്കെ പോകുന്ന റിലേഷൻസ് ഉണ്ട്. ഓക്കെ. സോ അതൊരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിരിക്കുമോ? ചില മൊമെൻറ്റ്സിൽ ഇപ്പം ഒന്നും വേണ്ട, ഞാൻ പറയാം. നമ്മൾ PMSing കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്ന സമയത്തൊക്കെ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യുന്ന രൂപത്തിലുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഇവർക്കും ഉണ്ടാവാം. ആൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തെറപ്പി സപ്പോർട്ട്സും ചില നെഗറ്റീവ് തോട്ട്സും പാറ്റേൺസും വരുന്നതിന് കറക്റ്റ് ചെയ്യാനുള്ള സ്പേസസൊക്കെ അവർക്ക് കോൺസ്റ്റൻ്റ്ലി വേണ്ടി വരും. പക്ഷേ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയുന്നതിൽ അവരുടെ ഇടയിൽ അതിനൊരു ബാലൻസ് കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മനസ്സിലാവുണ്ടോ? നമ്മളൊരു തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇതല്ല കേട്ടോ ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പ്. ശരിക്കും ഒരു ഹസ്ബൻഡും ഒരു വൈഫും മാത്രമുള്ളതാണ് ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പ്. നിങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ, അതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു വേറൊരു കേസിൻ്റെ എക്സാമ്പിൾ പറയാം. ഒരു ക്ലയൻറ്റ് വന്നു. അപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് മെയിലാണ്. ആൾ വന്നിട്ട് പറയുന്നത് ആളുടെ പാർട്ട്ണർ മൾട്ടിപ്പിൾ ടൈം ചീറ്റ് ചെയ്ത ഇൻസിഡൻസസ് ആണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സെഷനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് അയാൾക്ക് വീണ്ടും സംസാരിക്കണം, കുറേ കാര്യങ്ങളും കൂടി വെൻ്റ് ഔട്ട് ചെയ്യാണ്ട് റിലീസ് ചെയ്യാണ്ട് തെറപ്പിയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇനിയും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ അഗെയിൻ നെക്സ്റ്റ് സെഷനിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ വീണ്ടും ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ആ ഫസ്റ്റ് 2 സെഷൻസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ പാർട്ട്ണറെ പറ്റി ഒരു ഐഡിയ വരുമല്ലോ. ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സോ ചില പാറ്റേൺസൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ആ ഫീലിങ്സിൻ്റെ പുറത്ത് ഞാൻ പറയാണ്, നിങ്ങളുടെ റിലേഷൻ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി അത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഇനിയും ഉണ്ടാവുന്ന എന്താ ഉറപ്പ് എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അപ്പുറത്ത് നിൽക്കുന്ന ക്ലയൻറ്റ് എന്ത് അജണ്ടയായിട്ടാണ് എൻ്റെ മുന്നിലിരിക്കണേന്നുള്ളത്. ആൻഡ് എനിക്കറിയില്ല അയാൾ പറയുന്നതെല്ലാം ട്രൂ ആണോ, അതോ അയാൾക്കുണ്ടായ ഇൻസിഡൻസിൽ അയാൾ സ്വന്തമായിട്ട് പെർസീവ് ചെയ്ത് വെച്ചിരിക്കണതാണോന്ന്. അത് അപ്പുറത്തുള്ള പാർട്ട്ണറും കൂടി അയാളുടെ സൈഡിലൂടെ പറഞ്ഞാലേ നമുക്ക് ക്ലിയർ പിക്ചർ ആവുള്ളൂ. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, അതർ പേഴ്സണിൻ്റെ അടുത്തൂടെ എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതുകൂടെ കേട്ടിട്ടേ നമുക്ക് എങ്ങനെ സെഷൻസ് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ആൻഡ് ഞാൻ അപ്പുറത്തെ ആളെയും കൂടി കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ ഈ കാര്യങ്ങളെല്ലാം ഓപ്പൺലി ഡിസ്കസ് ചെയ്ത് ഫ്യൂ മന്ത്സ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്ത്
മാരേജ് എന്നുള്ള ഡയറക്ഷനിലേക്കൊക്കെ പോവുകയാണ്. ഓക്കെ. ആൻഡ് ആൾക്ക് ഗിൽറ്റും കാര്യങ്ങളും ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ. ഓക്കെ. ചെയ്തിട്ടുള്ള കാര്യത്തിലും എല്ലാം. പക്ഷേ ഗിൽറ്റ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്മാരിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇമോഷനാണ്. നമുക്ക് ഏറ്റവും പ്രോസസ്സ് ചെയ്ത് പോകാനും ബുദ്ധിമുട്ടുള്ളൊരു ഇമോഷൻ എന്ന് പറയുന്നത് ഗിൽറ്റാണ്. അപ്പം ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കത് പിന്നെയും പിന്നെയും സംസാരിക്കാൻ പോകുമ്പോൾ അയാളുടെ അങ്ങനത്തെ എക്സ്പീരിയൻസും മെമ്മറീസും അയാളെ വീണ്ടും ട്രിഗർ ചെയ്യാനും ട്രോമറ്റൈസ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. ആൻഡ് ആളുടെ അടുത്ത് സംസാരിച്ച് വരുമ്പോഴും ആളെ കണ്ടിട്ട് അഗെയിൻ അത് പാർട്ട്ണറിനെ പിന്നെയും കാണുമ്പോഴാണ് മറ്റേ ആളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും ഇപ്പുറത്തുള്ള ആൾ മറ്റേ ആൾ എത്രത്തോളം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇൻസെക്യൂർ ആക്കിയിരുന്നു എന്നുള്ളതും ഒക്കെ മനസ്സിലാവുന്നേ. സോ അപ്പുറത്തെ ആൾ ചീറ്റ് ചെയ്ത് പോകുന്നതിൽ അപ്പുറത്തെ ആളെ നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഇവരുടെ ഇടയിലുള്ള ഒരു ഹിസ്റ്ററിയിലുണ്ട്. അപ്പോൾ ആദ്യത്തെ കഥ മാത്രം നമ്മൾ കേട്ടിട്ട് ഒരാളെ ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു മിസ്റ്റേക്ക് ഹ്യൂജ് മിസ്റ്റേക്ക് ആവും. ആണ്. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും റിലേഷൻഷിപ്സിൽ യു ആർ ഭയങ്കരമായിട്ട് ഇൻട്രിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനൊരു വൺ വുമൺ മാൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു വൺ മാൻ വുമനിൽ നിൽക്കാൻ പറ്റുമോ ഒരു ലൈഫിൽ? പറ്റുന്ന എത്രയോ ആളുകളുണ്ട്. പറ്റായിക്കൊന്നുമില്ല. പക്ഷേ എവിടെയാണ് ഇത് തെറ്റിപ്പോകുന്നത്? എവിടെയാണ്? സ്നേഹം മാത്രം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ മാത്രം അത് ലൈഫ് ലോങ് അങ്ങനെ പോവില്ല. അതിൽ ഉണ്ടാവേണ്ട വേറെ ഒരുപാട് ക്വാളിറ്റീസും സ്കിൽസും ലാക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴോ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് നമുക്ക് മനസ്സിലാവാത്തപ്പോഴോ ട്രിഗേർഡ് ആവുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്തപ്പോഴോ ഫൈറ്റ് ചെയ്യേണ്ട പ്രോപ്പർ വേസ് എന്താണെന്നുള്ളത് അറിയാത്തപ്പോഴോ അവനവൻ ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സ്കില്ലില്ലെങ്കിലും ഒക്കെ നമ്മുടെ റിലേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലയൻറ്റിൻ്റെ കാര്യം ആലോചിക്കുക, നല്ല ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇൻസെക്യൂർ ആയി പോകുന്നത് ഇയാൾ പോകുമെന്ന് പേടിച്ചിട്ട്. എന്നിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണ് എന്നാൽ ഇയാളില്ലെങ്കിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചാടാൻ നോക്കുന്നത്. അപ്പോൾ പിടിച്ചു വയ്ക്കാൻ വരുന്ന ആളുടെ അടുത്ത് അപ്പോഴത്തെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അയാളെ ഉപദ്രവിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ സ്നേഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, ഇയാൾ വേണമെന്നുള്ളതാണല്ലോ നീഡ്, അല്ലേ? പക്ഷേ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതും ഇമോഷൻസിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഒന്നിച്ച് പോകാൻ പറ്റും. ഇപ്പോൾ ഓഫീസ് സ്പേസസിൻ്റെ കാര്യം പറഞ്ഞു, ഭയങ്കരമായിട്ടും ഇത്തരം ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡേറ്റിംഗ് ആപ്സ്. സോ ഈ ഓഫീസ് സ്പേസസ് ആൻഡ് ഡേറ്റിംഗ് ആപ്സിനെ എങ്ങനെയും കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ ആർദ്ര? കാരണം ഇത്തരം ബന്ധങ്ങൾക്ക് എസ്പെഷ്യലി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിൽ നോക്കിയാൽ കല്യാണം കഴിഞ്ഞവരും അതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇല്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ഡേറ്റിംഗ് ആപ്സിൽ രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട്. സോ വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്? എന്താ അറിയോ, ഒരുപാട് പെർവേർട്ടഡ് ആയിട്ടുള്ള പെർവേർഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു അസുഖമായിട്ട് തന്നെയാണ് നമ്മൾ കാണുക. പെർവേർട്ടഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മളുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നുണ്ട്. ഓക്കെ. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പറയാം, നമ്മളെ ക്ലിനിക്കിൽ നമ്മളുടെ ഇങ്ങനത്തെ ഒരു പ്രൊഫഷനാണ് നിൽക്കുന്നത്, ഇങ്ങനത്തെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബേസിക് നോളജ് മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ഫീമെയിലിൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കുക, എന്തെങ്കിലും സംസാരിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഇൻറ്റൻഷനിൽ വെറുതെ കോൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ശരിക്കും വെറുതെ ചാറ്റ് ചെയ്യുന്ന, വെറുതെ കോൾ ചെയ്യുന്ന, ജസ്റ്റ് ഈ ഒരു വോയിസ് കേൾക്കാനും. ഏതെങ്കിലും, അതായത് അങ്ങനെ മാത്രമല്ല, അപ്പോൾ ചിലപ്പോൾ ചില സെഷൻസ് എടുക്കുന്നത് തന്നെ നമുക്ക് ഇനീഷ്യലി നമ്മൾ സൂപ്പർ ഹ്യൂമൻസോ വേറെ രീതിയിലുള്ള സ്കിൽസ് ഉള്ള ആൾക്കാരൊന്നും അല്ല. ചിലപ്പോൾ ഫസ്റ്റ് സെഷനിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻസ് കംഫർട്ടബിൾ അല്ല, പ്രൊഫഷണൽ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് തോന്നി നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. ആൻഡ് വെൻ നമ്മളുടെ ഒരു ക്ലിനിഷ്യൻസിൻ്റെയൊക്കെ സർക്കിളിൽ നമ്മൾ ചില പെർട്ടിക്കുലർ കേസസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ സെയിം പേഴ്സൺ ഡിഫറെൻറ്റ് ഫേംസിൽ ചെന്ന് ഇതുപോലെ സെഷൻസ് എടുക്കുന്നത്, ഇതുപോലെ സംസാരിക്കുന്നത്, നമ്മൾ കാഷ്വലി നോക്കുന്ന സമയത്ത് ഈ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ സെയിം കോണ്ടാക്ട് നമ്പേഴ്സ് എന്നാണ് വരുന്നത്, സെയിം അങ്ങനെയുള്ള ഉണ്ടാവും, ഡിഫറെൻറ്റ് നെയിംസിൽ വരുന്ന ഒരേ ആളുകളുണ്ടാവും. ജസ്റ്റ് ടു ടോക്ക് വിത്ത് ദ ലേഡീസ് അങ്ങനെയൊക്കെ ആയിട്ട് അവർ പല രീതിയിലുള്ള പെർവേഷൻസ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണിത്. ചിലപ്പം ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള
മെസ്സേജസ്, കോൾസ്, ഫോട്ടോസ് ഇതെല്ലാം ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റാഫ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതാണ്. ഇതൊരു എക്സ്ട്രീം സാഹചര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടും ഒക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഡേറ്റിംഗ് ആപ്പിലേക്കൊക്കെ പോകുന്നത് പല ആളുകളും എന്ന് പറയുമ്പം മേ ബി എല്ലാവരും ഒരുപോലെയല്ലല്ലോ. അവിടെയും ജെന്യുവിനായിട്ടൊരു പാർട്ട്ണറിനെ കിട്ടുമോ എന്ന് നോക്കാൻ വരുന്ന ആളുകളുണ്ടാവാം. പല രീതിയിലുള്ള ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്. യെസ്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കണ്ടു. കണ്ടു. ഞാൻ തന്നെ ഓക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്. അത് ശരിക്കും ഒരു നല്ല കാര്യമായിട്ടാണോ? കാരണം ഒരാൾ മാരീഡ് ആണ്, ഇപ്പം ലൈക്ക് അയാൾ മാരീഡ് ആണ്, അയാൾ ഡേറ്റിംഗ് ആപ്പിലും ഉണ്ട്. ഉം. നല്ലതാണോ ചീത്തയാണോ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ളൊരിതല്ല. ഹെൽത്തി അല്ല. അത് Yes. നിങ്ങളൊരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെന്ന ഒരാളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഒരു നോവൽറ്റി സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി, എഗെയിൻ അങ്ങനെ മൾട്ടിപ്പിൾ ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ തോന്നുന്നു, മൾട്ടിപ്പിൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നു. ഇതിലൊക്കെ ഒരുപാട് ബോഡി കെമിക്കൽസും ഇൻവോൾവ് ആണ്. ലൈക്ക് ഡോപ്പമിനും അങ്ങനത്തെ പല പല കാര്യങ്ങളും ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്ന പല ബോണ്ടിങ്, ഓക്സിറ്റോസിൻ എന്നൊക്കെ പറയുന്ന പല ഹോർമോൺസ് ഇൻവോൾവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പല ആളുകളുടെ അടുത്ത് അങ്ങനത്തെ ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ എക്സൈറ്റ്മെൻറ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ്സ് ലൂസ് ആവാം. ഒന്നും വേണ്ട. ഇപ്പോൾ പോൺ അഡിക്ഷൻസും കാര്യങ്ങളും വരുന്ന ആളുകൾക്ക് റിയൽ ലൈഫ് ഇൻറ്റിമസി ഫീൽ ചെയ്യാത്ത ആളുകളുണ്ട്. അവർക്ക് വിർച്വലി മാത്രമേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും വരുള്ളൂ. അവരുടെ ഫാമിലി ലൈഫിനെ ബാധിക്കില്ലേ? ഇതുപോലെ പല രീതിയിൽ നമ്മളിലൊരു ബാലൻസ് തെറ്റിക്കാൻ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിംഗ് ഒക്കെ കാരണം. ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം. ഓക്കെ അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ആവാം. അതിലും തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റൊരാൾക്കൊരു ഇമോഷണൽ ട്രോമ കൊടുക്കുന്ന രൂപത്തിലേക്ക് ഒരു ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രൂപത്തിലേക്കും പോവാതെ നോക്കുക. കൊണ്ടെത്തിക്കാതിരിക്കുക. ഇത്രയും പറയുമ്പോഴും ഒരാളുടെ ഒരു ടോക്സിക് നേച്ചർ, ഇപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും, ഈ ഒരു ടോക്സിക് നേച്ചറിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് വാർണിംഗ് സൈൻസ് എന്തൊക്കെയായിരിക്കും? ഒരു 3 പറയാൻ പറഞ്ഞത്. ദർ ബീൻ എ ലോട്ട് ആക്ച്വലി. എന്നാൽ ഒരു ഫസ്റ്റ് 3 സൈൻസ്, എസ്പെഷ്യലി ഒരു പാർട്ട്ണറിൽ, ഉം. ഇത് 3 വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നിക്കുന്ന ഒരു 3. ഒന്നാമത്തെ കാര്യം കൺട്രോളിങ് ബിഹേവിയേഴ്സ് ആണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ആരടുത്ത് സംസാരിക്കണം, എവിടെ പോകണം, എപ്പോൾ പോകണം, എന്ത് ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇടണം, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടല്ലേ, സേഫ്റ്റിയുടെ പുറത്തല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആവുകയാണെങ്കിൽ, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് വേറെയാണ് കേട്ടോ. ഇഷ്ടം കൊണ്ട് 2 പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അതല്ലാതെ അയ്യോ ഞാൻ അയാളോട് പറയാതെ ഇതിപ്പോൾ ചെയ്തു പോയല്ലോ, ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടെൻസ്ഡ് ആവുന്ന ടൈപ്പ് ഓഫ് കൺട്രോളിങ് ഉണ്ടെങ്കിൽ അതൊരു ബിഗ് റെഡ് ഫ്ലാഗ് ആണ്. ഇനി ഭയങ്കര സീക്രസി കീപ്പ് ചെയ്യുന്നത് പോലെ, ലൈക്ക് അവരെവിടെ പോകുന്നു നമുക്കറിയില്ല, ആരുടെ കൂടെ പോകുന്നു എന്നറിയില്ല, ഫോണിനകത്ത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഫോണും പാസ്വേഡും ഷെയറിങ്ങും ഒക്കെ പ്രൈവസി ബ്രേക്ക് ചെയ്തുകൊണ്ട് കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് തന്നെ, നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നത് തന്നെ ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാവുമ്പോഴല്ലേ. അതെ. ഓക്കെ. സോ വാട്ട് യു സേ, ലൈക്ക് ഒരു ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് ഭർത്താവ് അറിയണോ? ഇത് ഭാര്യേൻ്റെ ഭർത്താവ് അറിയണമെന്ന് മാത്രമല്ല, ഭർത്താവിൻ്റെത് ഭാര്യ അറിയണം. 2 ക്വസ്റ്റ്യനും ഉണ്ടല്ലോ. രണ്ടും ഉണ്ട്. രണ്ടും പറയണം. ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് ഭർത്താവ് അറിയണോ, ഭർത്താവിൻ്റെത് ഭാര്യ അറിയണോ? ഇതെന്താണെന്നറിയോ, വളരെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹസ്ബൻഡും വൈഫും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം 2 പേരും എങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഫീൽ ചെയ്യും, എങ്ങനെ പെരുമാറും, എങ്ങനെയാണ് ആളുകളുടെ അടുത്ത് പെരുമാറുന്നത്, എൻ്റെ പാർട്ട്ണറിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും ക്ലോസ് ആണ്, എന്ത് വന്നാലും എൻ്റെ അടുത്ത് പറയും എന്നുള്ള ഒരു ധൈര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങോട്ട് പല രീതിയിലും ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പല രീതിയിൽ ട്യൂൺ ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ടാവും, പലതരത്തിൽ മെസ്സേജ് അയച്ചു നോക്കുന്ന ആളുകളുണ്ടാവാം. അപ്പം അതിനൊക്കെ ആ സെൻസിൽ മനസ്സിലാക്കാനും നമ്മളുടെ പാർട്ട്ണറിന് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റുന്ന ആളുകളാണെങ്കിലും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറും പാസ്വേഡും ഒക്കെ ഷെയർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്ന കാര്യമാണെന്നാണ് ഞാൻ പറയണത്. മനസ്സിലുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ 2 ആൾ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ മറ്റേയാളുടെ ഫോൺ എടുത്തിട്ട് ഒരു QR കോഡ് ചെയ്യുന്നതും
അവരുടെ ഒരു ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് നമ്മളേൽ വിളിച്ച് നോക്കുന്നതും നമ്മളെ ഫോൺ കാണാം, അല്ലെങ്കിൽ അവരുടെ ഫോൺ എടുത്ത് നമ്മുടെ ഫോണൊന്ന് ഡയൽ ചെയ്ത് നോക്കാനെങ്കിലുള്ള ഒരു സ്പേസ് ഇല്ലേ? യെസ്, ഇല്ലേ? നമ്മളുടെ വീട്ടുകാരെ വിളിക്കാൻ, അവരുടെ വീട്ടുകാരെ വിളിക്കാൻ, അത് പാസ്വേഡ് എന്തിനാണ് അവിടെ ഒരു മിസ്റ്ററി ആക്കി വെക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് ഭയങ്കര അതൊരു ക്രൈമായിട്ടാണ്. കാരണം ചില ബന്ധങ്ങൾ തെറ്റുന്നേ കാണാം. എന്തിനെൻ്റെ ഫോൺ എടുത്തു എന്ന് ഭർത്താവ് ചോദിക്കുന്ന കാണാം, ഭാര്യ ചോദിക്കുന്ന എൻ്റെ ഫോൺ എടുക്കാൻ നിങ്ങൾക്ക് അതെൻ്റെ പേഴ്സണൽ സ്പേസ് ആണ്. എൻ്റെ വെരി പേഴ്സണൽ കമൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് അപ്പുറത്തെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വർക്ക് ചെയ്യാത്. എന്തുകൊണ്ടത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് അവർ നിങ്ങളെ മനസ്സിലാക്കില്ല എന്നുള്ള പേടി കൊണ്ടാണോ? നിങ്ങൾ മുന്നേ എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ട് ആ പേടി കാരണം പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് നമ്പർ പാസ്വേഡ് കൊടുക്കാത്ത ആളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ ആളുടെ റിയാക്ഷനും എങ്ങനെയാണെന്നുള്ളത് അവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. പേടിച്ചു പോയാൽ ഷെയർ ചെയ്യില്ല തന്നെയാണ്. അപ്പോൾ അപ്പുറത്തെ ആൾക്ക് സേഫായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആണ്. ഇത്രയും പറയുമ്പോഴും തുടക്കത്തിലേ പറഞ്ഞു ആർദ്ര, കൈവയ്ക്കുന്ന, തല്ലുന്ന, ആണുങ്ങളെ തല്ലുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്, ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ തല്ലുന്നവരുണ്ട്. ശരിക്കും ഇപ്പോഴും അതുണ്ടല്ലേ? ഭർത്താവ് ഭാര്യയെ തല്ലുന്ന, ഭാര്യ ഭർത്താവിനെ തല്ലുന്ന പാർട്ട്നർ സ്റ്റിൽ എനിക്കല്ല. ഒരാൾ ഒരാളെ തല്ലുക എന്നുള്ളത് മാത്രമൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി രണ്ടുപേരും സ്ക്രാച്ചും മുറിയും അതും ഇതും ബ്ലീഡിങ്ങും ഒക്കെ ആക്കിയിട്ട് വരുന്ന ആളുകളുണ്ട്. അത് നോർമലായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ അടി ഉണ്ടാക്കുമ്പോൾ അതുവരെ പോവും, പിന്നെ നല്ല കൂട്ടാവും. അതങ്ങനെ ചിലവരുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു ഡാൻസർ പറയുന്ന കേട്ടു, ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരാൾ പറയുന്ന കേട്ടു, പുള്ളി ഭാര്യനെ അങ്ങ് തല്ലും, പിന്നെ ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് സോൾവ് ആകും എന്ന്. ഷീ ഈസ് ഓൾസോ ഹാപ്പി വിത്ത് ദാറ്റ് എന്ന്. അതൊരു നോർമൽ കാര്യമാണോ? അങ്ങനെ തല്ലിയിട്ട് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ജയ ഹേയിൽ ബേസിൽ കൃത്യമായിട്ട് ബേസിലിൻ്റെ ക്യാരക്ടർ, ദർശനയുടെ ക്യാരക്ടറിനെ തല്ലിയിട്ട് കൊണ്ട് മറ്റേ ഇടിയപ്പവും ചില്ലി ചിക്കനും മേടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഷീസ് കൈൻഡ് ഓഫ് ഓക്കെ ഫോർ 2-3 days. അതൊക്കെ ഓക്കെ കാര്യങ്ങളാണ്. ഹെൽത്തി അല്ലാന്ന് ഇൻസൈറ്റ് ഇല്ലാത്ത രണ്ടാളുകൾ തമ്മിലുള്ള ലൈഫ് നമ്മളൊരു തേർഡ് പേഴ്സണായിട്ട് കാണണം എന്നുള്ളതേ ഉള്ളൂ. അത് കണ്ടിട്ട് അത് നോർമലാണെന്നുള്ളതോ അത് നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്നൊരു നല്ല കാര്യമായിട്ടോ അത് കാണുന്ന ആരും വിചാരിക്കാൻ പാടില്ല. ഇതിൽ ആർദ്ര ഏതാണ് കൂടുതൽ തെറ്റ്? വൈഫിനെ തല്ലുന്നതാണോ, അതാ തല്ലു മേടിച്ചിട്ട് ഇത് ഓക്കെ ആണെന്ന് പറയുന്ന ഭാര്യയ്ക്കാണോ? ഹൂ ഇസ് മോർ തെറ്റെന്ന് വിൽ യു സേ? തെറ്റിനേക്കാൾ ഉപരി ഒരാൾക്ക് തല്ലുന്നത് നോർമലായിട്ട് തോന്നുന്നത് അയാളത് കണ്ട് പഠിച്ച് വളർന്നതുകൊണ്ടാണ്. സോ അയാൾക്ക് അങ്ങനെ കൺട്രോൾ ആ സാഹചര്യത്തിൽ എടുക്കാൻ അറിയുള്ളൂ. ഒരു സിറ്റുവേഷൻ ഞാൻ പറയണേ കേൾക്കണില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കണില്ല എന്നുള്ള ഫീലിൻ്റെ പുറത്തൊക്കെയാണ് പല ആൾക്കാരും പോയി തല്ലുന്നത്. ബേസിക്കലി അവരെ മനസ്സിലാക്കണില്ല എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വാല്യൂ അവിടെ പോയി, ഞാൻ ചെറുതായി പോയി, ഞാൻ ഇൻസെക്യൂർ ആയി പോകുന്നു, അവളെന്തോ വലിയ സംഭവം ആയതുകൊണ്ടാണ് എന്നെ കേൾക്കാത്തത്, സ്വന്തം തോന്നിയ പോലെ ചെയ്യണേ. മനസ്സിലാവും. അവരുടെ ഇൻസെക്യൂർ സ്ഥാനത്ത് നിന്ന് സിറ്റുവേഷനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ ചില ആളുകൾ സൈലൻ്റ് ആവും, പിന്നെ ഒന്നിലും ഇൻവോൾവ് ആവണില്ല. ചില ആളുകൾ അടിച്ചിട്ടാവും, ചില ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാവും, ചില ആളുകൾ വേറെ ആളുകളുടെ അടുത്ത് വിളിച്ച് വർത്താനം പറഞ്ഞ് ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള പോലെ വീട്ടുകാരുടെ അടുത്ത് വിളിച്ചിട്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടോ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാലഡാപ്റ്റീവ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഡൈനാമിക്സ് ആണ്. അപ്പോൾ ഹിറ്റിങ്ങും റൈറ്റ് അല്ല. അപ്പുറത്തുള്ള ആളത് വാങ്ങിച്ചിട്ട് ഓക്കെ ആവുന്നത് അയാളുടെ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ കാരണമാണ്. മേ ബി ട്രോമ ബോണ്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അബാൻഡൻമെൻറ്റ് ഫിയേഴ്സ് ഉള്ളതുകൊണ്ട്. ആരെങ്കിലും ഒരാൾ ലൈഫിൽ പാർട്ട്ണറായിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകളെന്നറിയാം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് അബ്രോഡായിരുന്ന സമയത്ത് അവർ റിലേഷനിലാണ്, അടിയൊക്കെ വാങ്ങിയിട്ട് കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക. വീട്ടിൽ പോലും പറയാതെ ഹോസ്പിറ്റലിൽ കിടക്കുക. ഇനി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഓക്കെ ആയിട്ട് വേഗം തിരിച്ചു പോകണം, അല്ലെങ്കിൽ വീട്ടിലറിഞ്ഞാൽ തിരിച്ചു പോകാൻ സമ്മതിക്കില്ല. ഇയാൾക്ക് എങ്ങനെ നമ്മൾ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കും, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് സേഫ് അല്ല, നിങ്ങളുടെ ലൈഫിന് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബാക്ക് ബോണിന് ഇഷ്യൂ ആയിട്ട് ഇഞ്ചുറി ആയിട്ട് സെഷൻ എടുക്കുന്നത് പോലും ബെഡിൽ കിടന്നുകൊണ്ടാണ്. എന്നിട്ടും സ്റ്റിൽ ഷീ ഈസ് ഗോയിങ് ബാക്ക് അല്ലേ? ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് തന്നെയാണ് പോകുന്നത്. ഹസ്ബൻഡ് അല്ല, പാർട്ട്ണറാണ്, പാർട്ട്ണറാണ്, മാരീഡ് അല്ല. മാരീഡ് അല്ല, എന്നിട്ടും പാർട്ട്ണറുടെ അടുത്തോട്ടാണ് പോകുന്നത്.